ഒമേഗ 3 ശരിക്കും 3 ടൈപ്പാണ് ഉള്ളത്. ഒന്ന് EPA, ഒന്ന് DHA, അതുപോലെ ALA. ഈ EPA എന്ന് പറയുന്ന ഫാറ്റി ആസിഡാണ് ശരിക്കും നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കുന്നത്. അതായത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് പ്രവർത്തിക്കുന്നത് EPA ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ട് ഹെൽത്തിനെ വളരെയധികം സംരക്ഷിക്കുന്നതും ഈ EPA എന്ന് പറയുന്ന കണ്ടൻറ്റാണ്. ഈ DHA എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിൻ്റെ ഹെൽത്തിനെ, കാഴ്ചശക്തിയെ വളരെയധികം കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ബ്രെയിനിൻ്റെ ഫങ്ഷനിങ് ഒക്കെ പ്രോപ്പർ ആവാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ DHA എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒമേഗ 3 കഴിക്കുമ്പം നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത് ശരിയായ അല്ലെങ്കിൽ മതിയായ അളവിൽ ഈ EPA അഥവാ DHA ഉണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇപ്പോൾ സാധാരണ രീതിയിൽ ഒരു കുഴപ്പമില്ല, ഒരു ജനറൽ വെൽനെസ്സിൽ അല്ലെങ്കിൽ എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, നോർമലി ഞാൻ കഴിക്കുകയാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ EPAയും DHAയും ഒരു 500 mg ഉള്ളതാണ് നമ്മൾ ഡെയിലി കഴിക്കേണ്ടത്. അഥവാ എനിക്ക് വല്ല ഹാർട്ടിന് പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ബ്ലോക്കുകളൊക്കെ വന്നിട്ടുള്ള ആളാണ്, ഹാർട്ടിന് വല്ല ബുദ്ധിമുട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടിയവരൊക്കെ ആണെങ്കിൽ ഒരു ദിവസം ഒരു 1000 മുതൽ 2000, അതായത് 1000 മുതൽ 2000 mg വരെ കഴിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഇല്ല നല്ല രീതിയിലുള്ള ബോഡി പെയിൻ ഉണ്ട്, ഭയങ്കര ശരീരത്തിലൊക്കെ ഇൻഫ്ലമേഷനാണ്, ഭയങ്കര ജോയിൻസിന് എല്ലാവിടെയും വേദനയൊക്കെയാണ്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു ദിവസം അവർക്ക് 2000 മുതൽ 3000 mg വരെ കഴിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഒമേഗ 3 വാങ്ങുമ്പോൾ ഇപ്പോഴും കറക്റ്റായ EPAയും DHAയും ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് പ്രധാനം.